നമസ്കാരം. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നാൽ ഇപ്പോൾ ഒരൊറ്റ ചർച്ചയുള്ളൂ. കോക്രോച്ച് ജനതാ പാർട്ടി, ഓഗി ജനതാ പാർട്ടി. ഇവർ തമ്മിലുള്ള അടി കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. കുട്ടികൾ ടി വിയിൽ കാണുന്ന ഓഗി ആൻഡ് കോക്രോച്ച് എന്ന കാർട്ടൂൺ പരമ്പര ഓർമ്മയില്ലേ? ആ കാർട്ടൂൺ കഥാപാത്രങ്ങളെ മുൻനിർത്തി സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രാഷ്ട്രീയ സൈബർ യുദ്ധം തന്നെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഒടുവിലിതാ എല്ലാ പാർട്ടികളെയും തല്ലിക്കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് OJP എന്ന പുതിയ കൂട്ടർ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്താണ് ഈ കോക്രോച്ച് പാർട്ടിയുടെ കഥ? എന്തിനാണ് OJP അവരെ പൂട്ടാൻ നോക്കുന്നത്? ഇതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? ആദ്യം തന്നെ എന്താണ് ഈ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് മനസ്സിലാക്കാം. സോഷ്യൽ മീഡിയയിൽ നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ് മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ഇൻസ്റ്റഗ്രാം പേജാണിത്. രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും നേതാക്കളെയും ഒക്കെ പരിഹസിച്ചും വിമർശിച്ചും കൊണ്ടാണ് ഇവർ പോസ്റ്റുകൾ ഇടാറുള്ളത്. ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല, തികച്ചും ജനങ്ങളുടെ ഭാഗത്താണെന്ന രീതിയിലായിരുന്നു ഇവരുടെ തള്ളലുകൾ. എന്നാൽ ഈ നിഷ്പക്ഷ കളി കണ്ട് ഒരുപാട് യുവാക്കളാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഫോളോവേഴ്സായി എത്തിയത്. അല്ലാതെ ബോട്ടായി ലക്ഷക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകളും തിരികെ കയറ്റി. ഇവർ കാണിക്കുന്ന നിഷ്പക്ഷതയ്ക്ക് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നാണ് പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. CJPയുടെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് ഓഗി ജനതാ പാർട്ടി അഥവാ OJP എന്ന പേരിൽ പുതിയൊരു പേജ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാർട്ടൂൺ ഓഗി എപ്പോഴും പാറ്റകളെ തുരത്താൻ നടക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ ഈ വ്യാജ പാറ്റകളെ അടിച്ചു പുറത്താക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് OJP പ്രഖ്യാപിക്കുന്നു. CJP അവകാശപ്പെടുന്നത് പോലെ അവർ അത്ര നിഷ്പക്ഷരല്ലെന്നും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ പേജാണിതെന്നും OJP തെളിവുകൾ സഹിതം തുറന്നു കാട്ടുകയും ചെയ്യുന്നു. തങ്ങളുടെ ഇൻസ്റ്റഗ്രാം ബയോയിലൂടെ OJP ചില കാര്യങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആർക്ക് പൊള്ളിയാലും ശരി, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. ആരെയും അന്ധമായി വിശ്വസിക്കില്ല. എല്ലാ നിലപാടുകളെയും ചോദ്യം ചെയ്യും. ഒരു വ്യക്തിപൂജയ്ക്കും ഞങ്ങൾ ഒപ്പമുണ്ടാകില്ല. USA ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന CJPക്ക് പിന്നിൽ വൻകിട രാഷ്ട്രീയ ലോബികളുടെ പിന്തുണയുണ്ടെന്നും എന്നാൽ തങ്ങൾക്ക് അത്തരം ബാഹ്യശക്തികളുടെ യാതൊരു സഹായമില്ലെന്നും OJP വ്യക്തമാക്കുന്നു. പേജ് തുടങ്ങി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 10,000-ലധികം ആളുകളാണ് OJP പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി OJP പുറത്തുവിട്ട ഞെട്ടിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CJPയുടെ സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ കുറിച്ചുള്ള വിവരങ്ങളാണ് OJP പുറത്തുവിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വൻ സ്വാധീനമുള്ള ഡിജിറ്റൽ ക്യാമ്പയിനുകൾ നടത്തുന്നതിൽ വിദഗ്ധനായ വ്യക്തിയാണ് അഭിജിത്ത്. ഇയാൾക്ക് ആം ആദ്മി പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് OJP കണ്ടെത്തിയിരിക്കുന്നത്. മുൻപ് AAPയുടെ സോഷ്യൽ മീഡിയ ടീമിലും അവരുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലും വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അഭിജിത്ത്. വെറുതെ പറയുന്നതല്ല, ഇതിനായി കൃത്യമായ സ്ക്രീൻഷോട്ടുകളും പഴയ പോസ്റ്ററുകളും OJP തെളിവായി നിരത്തുന്നുമുണ്ട്. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ആ സമയം ഓർമ്മയില്ലേ? അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഡൽഹിയിൽ നിന്നും അധികാരത്തിൽ വരാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള മീം ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഡിജിറ്റൽ മീമുകൾ നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനികളിൽ ഒരാളായിരുന്നു അഭിജിത്ത് ദീപ്കെ. മാത്രമല്ല 2024 മുൻ ഡൽഹി ഉപമുഖ്യമന്ത്രിയും AAP നേതാവുമായ മനീഷ് സിസോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അഭിജിത്ത് പങ്കുവച്ച ഒരു പഴയ ട്വീറ്റും OJP കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം കാണിക്കുന്നത് ഒന്നേ ഉള്ളൂ: നിഷ്പക്ഷതയുടെ ലേബലിൽ വന്ന് യുവാക്കളുടെ കയ്യടി നേടുന്ന കോക്രോച്ച് ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതി വെച്ചു പുലർത്തുന്ന കൃത്യമായി അജണ്ടയുള്ള ഒരു കൂട്ടമാണെന്ന്. നമ്മുടെ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നയങ്ങളെയും രാഷ്ട്രീയ നീക്കങ്ങളെയും നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾ പല വഴികളും നോക്കുന്നുമുണ്ട്. നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ പലപ്പോഴും പരാജയപ്പെടുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന പുതിയ അടവുകളാണ് ഇത്തരം സമാന്തര ഡിജിറ്റൽ ക്യാമ്പയിനുകൾ. CJP പോലുള്ള പേജുകൾ പ്രത്യക്ഷത്തിൽ എല്ലാ പാർട്ടികളെയും വിമർശിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നു എങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഇവരുടെ പ്രധാന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനെയും BJPയുടെ ജനകീയ നയങ്ങളെയും പരോക്ഷമായി തരംതാഴ്ത്തി കാണിക്കുക എന്നതാണെന്ന്. യുവാക്കളുടെ ചിന്താഗതികളെ സ്വാധീനിക്കാൻ തമാശ രൂപത്തിലുള്ള മീമുകൾ ഉപയോഗിക്കുക എന്നത് വലിയൊരു തന്ത്രമാണ്. എന്നാൽ ഇത്തരം ഡിജിറ്റൽ കുതന്ത്രങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാനാണ് ഇപ്പോൾ OJP രംഗത്തെത്തിയിരിക്കുന്നത്. ഡിജിറ്റൽ ഇടങ്ങളിൽ ഒളിച്ചിരുന്ന് രാജ്യത്തിനെതിരെയും ഭരണകൂടത്തിനെതിരെയും വ്യാജ പ്രചാരണം നടത്തുന്നവരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. സോഷ്യൽ മീഡിയ എന്നത് ഇന്ന് വെറും ഒരു വിനോദോപാധി മാത്രമല്ല, കൃത്യമായ ജനവികാരം രൂപപ്പെടുത്തുന്ന ഒരു വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാണ്. അവിടെ നിഷ്പക്ഷരെന്ന വ്യാജേന വരുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ജനങ്ങൾ തയ്യാറാകണം. കോക്രോച്ച് പാർട്ടിയുടെ പിന്നിലെ ആം ആദ്മി കണക്ഷനുകൾ പുറത്തു കൊണ്ടുവന്ന OJPയുടെ നീക്കം ഡിജിറ്റൽ ലോകത്ത് വലിയൊരു ചർച്ചയ്ക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഓഗി ആൻഡ് കോക്രോച്ച് പോര് എങ്ങോട്ട് തിരിയുമെന്നും സോഷ്യൽ മീഡിയയിലെ ഈ വ്യാജ നിഷ്പക്ഷതയുടെ മുഖംമൂടികൾ എങ്ങനെയാണ് അഴിഞ്ഞു വീഴുന്നതെന്നും നമുക്ക് കണ്ടറിയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.